നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC. ശരിയാക്കി CPM. ക്യാബിനറ്റ് പദവിയിൽ നേതൃത്വം മൗനം തുടരവെ പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ച് VS അച്യുതാനന്ദൻ. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സർക്കാർ നടപടികൾ ശുഭസൂചകമെന്ന് VS. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അഴിമതി ജീവിതചര്യയാക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ EGN തൊഴുത്താക്കി മാറ്റിയ കേരളത്തെ ഇടത് സർക്കാർ വൃത്തിയാക്കുകയാണെന്ന് പ്രതികരണം. പൊതുവിദ്യാലയങ്ങളെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പിണറായി. അതിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ ശരാശരി നിലവാരത്തിലേക്ക് ഉയർത്തും. കേരളത്തിൽ BJPയും RSSും വർഗീയ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെന്നും പിണറായി. മറന്നുപോകുന്ന ഔചിത്യം. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ കാര്യത്തിൽ LDF സർക്കാർ ഔചിത്യം കാട്ടിയില്ലെന്ന് VM സുധീരൻ. മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിൽ അഞ്ജുവിനെ അപമാനിച്ച് ഇറക്കിവിടുകയാണ് ചെയ്തത്. പിണറായി സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ പ്രത്യാശാജനകമായിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ലെന്നും KPCC അധ്യക്ഷൻ. പുതിയ സർക്കാർ വരുമ്പോൾ വ്യക്തികളെ മാറ്റാൻ അധികാരമുണ്ട്. എന്നാൽ അഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതല്ല. അധികാരം അഹങ്കാരത്തോടെ ഉപയോഗിക്കുമ്പോഴാണ് അത് അധികാര ദുർവിനിയോഗമാകുന്നത് എന്നും ആക്ഷേപം. കായിക സംഘടനയുടെ തലപ്പത്തേക്ക് അഞ്ജുവിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ടുവരികയാണ് UDF സർക്കാർ ചെയ്തത്. ഇടത് സർക്കാർ അഞ്ജുവിനെ അപമാനിച്ച് പുറത്താക്കുന്നു. ഇങ്ങനെ പോയാൽ കേന്ദ്രത്തിലെ BJP സർക്കാരും കേരളത്തിലെ ഇടത് സർക്കാരും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ലെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. അഞ്ജുവിനെ CPM അപമാനിച്ചത് ദുഷ്ടലാക്കോടെയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇഷ്ടക്കാരെ കൗൺസിൽ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ഇടത് തന്ത്രം ജനം പുച്ഛിച്ചു തള്ളും. സർക്കാരിന്റെ ഇത്തരം നിലപാടുകൾ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുമെന്നും ചെന്നിത്തല. വലവിരിക്കാൻ ഭീകരവനിത. ആഗോള ഭീകര സംഘടനയായ ISലേക്ക് ഇന്ത്യൻ യുവാക്കളെ ആകർഷിക്കുന്ന ഫിലിപ്പിയൻ യുവതിയുടെ വിശദാംശങ്ങൾ തേടി ദേശീയ അന്വേഷണ ഏജൻസി. ഇന്റർനെറ്റിലൂടെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ യുവാക്കൾക്കായി കരൺ ആയിഷ അൽ മുസ്ലിമ എന്ന ഭീകര വനിത വലവിശുന്നതായാണ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് യുവാക്കളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആയിഷ ഇവരെ IS മേഖലകളിൽ എത്തിക്കാൻ യാത്രാ സൗകര്യം ഒരുക്കുന്നതായും സൂചനയുണ്ട്. ആയിഷയുടെ മേൽവിലാസവും ടെലിഫോൺ നമ്പറുകളും കണ്ടെത്തിയ NIA കൂടുതൽ വിവരങ്ങൾ തേടി കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻ അധികൃതർക്ക് കത്തെഴുതി. ഇരുളിൽ മുങ്ങിയ വെടിവെച്ച. അമേരിക്കയിലെ ഓർലാൻഡോയിൽ നിശ ക്ലബിലുണ്ടായ വെടിവയ്പിൽ 20 മരണം, 50ഓളം പേർക്ക് പരിക്ക്. സുവർഗാനുരാഗികളുടെ ക്ലബിൽ കടന്നുകയറിയ അജ്ഞാതൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ തുടരെ വെടിയുതിർക്കുകയായിരുന്നു. ഫ്ലോറിഡ സിറ്റിയിലെ പൾസ് ക്ലബിൽ കൂട്ടമരണം വിതച്ച വെടിവയ്പ് നടന്നത് പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെ. അക്രമിയെ വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ട്. സംഭവത്തിന് തീവ്രവാദ ബന്ധമില്ലെന്നും അക്രമിയുടെ പ്രകോപനം അജ്ഞാതമെന്നും ഫ്ലോറിഡ പോലീസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.